യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആത്മനാഥനേ യേശുവേ. ആരാധന ആരാധന സ്നേഹരാജനേ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കൊരു അസസ്മെൻ്റ് ഉണ്ടാകണമെന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവുകയല്ല. കർത്താവുമായിട്ട് റിലേഷനിൽ നമ്മൾ ഓക്കെ ആണെന്നറിയണം. ഉടമ്പടി നിങ്ങളെ ഓക്കെ ആക്കും. എന്താ കാര്യം? ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവമായിട്ടുള്ള റിലേഷനാണ്. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കരം ഗ്രഹിച്ച് പോകുന്ന രീതിയിലാണ് ആ ഉടമ്പടിയുടെ ഡിസൈൻ ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സത്യസന്ധമല്ല. നിങ്ങളത് നിങ്ങളുടെ രീതി കൊണ്ടുവന്ന് ചുരുക്കിയിട്ട് ചുമ്മാ പിച്ചുമ്പേയും പറഞ്ഞ പോലെ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി, അല്ലെങ്കിൽ അതിന് പകരം കർണക്കൊന്ത ചൊല്ലി കുളമാക്കി എടുക്കരുത്. അങ്ങനെ ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത്. ഉടമ്പടിയുടെ രീതിയിൽ തന്നെ ഒരു കേവലമായ ക്രിസ്ത്യാനി സാധാരണ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉടമ്പടിയിലുള്ള, എക്സ്ട്രാ ആയിട്ട് ഒന്നുമില്ല. അത് ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം തന്ന അവസരമാണ്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ മാത്രമല്ല, ഇപ്പോഴ് അക്രൈസ്തരായ സഹോദരങ്ങളും മനുഷ്യരെ സ്നേഹിച്ചും രോഗികളെ കാണാൻ പോയും അതുപോലെ തന്നെ ഇല്ലാത്തവരുമായിട്ട് ഉള്ളവർ പങ്കുവെച്ചും അങ്ങനെ വളരെ സ്നേഹത്തിൻ്റെ ഒരു വലിയ സുവിശേഷത്തിൻ്റെ ഒരു സമൂഹം, ഉടമ്പടി സമൂഹം ലോകത്ത് മുഴുവൻ പുളിമാവ് പോലെ പുളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ദൈവിക മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമാണ്. കൈയടിച്ച് കർത്താവിനെ പ്രവർത്തനങ്ങൾ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആത്മനാഥനേ യേശുവേ. ആരാധന ആരാധന സ്നേഹരാജനേ യേശുവേ. എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. വികാരണത്തിൽ എഴുന്നേറ്റിരിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ, ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉടമ്പടി നിബന്ധനകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും പരിശുദ്ധമ്മേ ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥനായി ഞങ്ങൾ പുനഃസമർപ്പണം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് വേദനപ്പെടുന്നവരെ, ഇന്ന് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളുള്ളവരെ, ഈ ആഴ്ചയിലെ വ്യത്യസ്തമായ ഉത്തരവാദിത്തമുള്ളവരെ, ബാങ്കിൽ പോകുന്നവരെ, പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ ഓപ്പറേഷന് പോകുന്ന രോഗികള്, സാമ്പത്തിക വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ പോകുന്നവരെ, കോടതി പോകുന്നവര്, വസ്തു അളക്കുന്നവര്, പുരപണിയുന്നതിനായ വ്യായാമങ്ങളില് വ്യത്യസ്തമായ വിഷയങ്ങളില് ഏർപ്പെട്ടിരിക്കുന്നവരെ, കർത്താവേ, മക്കളില്ലാത്തവര്, മക്കൾക്ക് രോഗമായവര്, ഓട്ടിസം ബാധിച്ചവര്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര്, ഗർഭിണികള്, ഗർഭസ്ഥമായ കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന അബോർഷൻ നിശ്ചയിച്ചിരിക്കുന്നവര്, അറിയാത്തവര്,
അറിയാത്തവര്, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവര്, ഗർഭത്തിൽ അനക്കമില്ലാത്ത കുഞ്ഞുങ്ങള്, ഗർഭത്തിൽ അടക്കമില്ലാത്ത കുഞ്ഞുങ്ങള്, ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത കുഞ്ഞുങ്ങള്, പരിശുദ്ധമ്മ ദേവമാതാവേ, പരിശുദ്ധമേ ദൈവമാതാവേ, ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഇപ്പോൾ ഏറ്റെടുക്കണമേ. PCOD രോഗികള് ഇപ്പോൾ സ്പർശിക്കണമേ. സ്പർശിക്കണമേ. സിസ്റ്റ് രോഗികള്, സിസ്റ്റ് രോഗികളെ, ശരീരത്തില് സിസ്റ്റുള്ളവര്, ഗർഭാശയത്തില്, കിഡ്നികളില്, കരളിലുകള്, ആന്തരിക അവയവങ്ങളില് സിസ്റ്റുള്ളവര്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന മാരക രോഗങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ഉടമ്പടിയെടുത്തിരിക്കുന്ന യോഗ്യതയാ മക്കളെ സ്പർശിക്കണമേ എന്ന് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളിൽ കിടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരേ ഹല്ലേലൂയ. സുഖമായിടും എന്റെ ഉള്ളം മഹത്വം അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എന്റെ ഉള്ളം. ഉടമ്പടിയിലുള്ള ഓരോ വിഷയങ്ങളെയും നമ്മൾ കൊണ്ടുവരിക. മനസ്സിടിഞ്ഞു പോയ അനേകം മക്കളുണ്ട്, വീട് ജപ്തി ചെയ്തവരുണ്ട്, അവർ ജോലി ചെയ്യുന്ന കെട്ടിടം ജപ്തി ചെയ്തവർ, വ്യവസായശാലകൾ, വ്യാപാരശാലകൾ ജപ്തി ചെയ്തവരുണ്ട്. അതെല്ലാം തിരിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശോ അത് ചെയ്തു കൊടുക്കുമെന്ന് നാം വിശ്വസിച്ചുകൊണ്ട് ഉറുമ്പ് പോലെ നീണ്ടുപോകുന്ന, ഇഴഞ്ഞു പോകുന്ന, വളരെ ഒരു മാറ്റവും ഇല്ലാത്ത, ഒരു മുന്നേറ്റമില്ലാത്ത, മരവിച്ചു പോയ വിഷയങ്ങൾ, നിന്നുപോയ വിഷയങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ, യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സദയം തുടരേ സുഖമായിടും എന്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വ്യവസായശാലകൾ നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വ്യവസായശാല നിന്നുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീട് വിൽക്കാനോ വസ്തു വിൽക്കാനോ ആഗ്രഹം നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിദേശ ജോലികളും തീർന്നു പോയവരും, നഷ്ടപ്പെട്ടവരും, നാട്ടിൽ ജോലി ഇല്ലാത്തവരും, പലതരത്തിലുള്ള കുടുംബ കലഹങ്ങളിലും പ്രശ്നങ്ങളിലും കോടതികളിലും കുടുംബ കോടതികളിലും വിവാഹ മോചനങ്ങളിലുമൊക്കെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഈ മേഖലയെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. പ്രകാരമുള്ള വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമേ. എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സാമ്പത്തികമായ കടങ്ങൾ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റു തരത്തിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവിടെ തൊഴിൽ നിന്നുപോയവർ, തൊഴിലെടുക്കാൻ പാടില്ലാത്തവർ, അപകടപ്പെട്ട് കിടക്കുന്നവർ, രോഗം വന്ന് തൊഴിൽ നിന്നുപോയവർ, തൊഴിലിൽ മറ്റുള്ളവർ കൈയടത്തിയിരിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാതെ വേദനിച്ച് നട്ടം തിരിഞ്ഞവരിൽ ദൈവികമായ കൃപ ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിദേശത്ത് ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസയുടെ കാലാവധി തീരാൻ പോയിട്ടും ജോലി കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസിറ്റ് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഈ നിമിഷം അവരൊക്കെ ചൊരിയട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ സാക്ഷ്യം പറയാൻ അവരെ സഹായിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവ് അവരെ കണ്ണുനീര് ഏറ്റെടുക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. ഹൃദയരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
പാൻക്രിയാസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്പോണ്ടിലോസിസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്പൈനൽ കോഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലയിലെ രക്തം കട്ടുപിടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വാൽവ് ദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വാൽവ് ബ്ലോക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. പ്രൊഫഷണൽ പരീക്ഷ എഴുതിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന, പ്രൊഫഷണൽ എൻട്രൻസ് എഴുതിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആ റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നല്ല റിസൾട്ടിന് വേണ്ടി കാത്തിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഇച്ഛാഭംഗം ഉണ്ടാകാതെ അവരൊക്കെ അന്ന് ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയാൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രൊഫഷൻ ക്രമീകരിക്കുവാനും അവരുടെ ഉപരിപഠനങ്ങൾ ക്രമീകരിക്കുവാനും മാതാവിന്റെ മധ്യസ്ഥ യേശുനാമത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന. ശ്രദ്ധിക്കട്ടെ. സാക്ഷ്യം പറയുവാൻ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തുടേണേ സുഖമായിടും കൈകൾ കൂപ്പി ഭക്തിയോടെ മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വയറ് നിറഞ്ഞവർ, വയറ് മെത്തിപ്പോയവർ, വയറിൽ വെള്ളം നിറയുന്നവർ കരൾ രോഗികളാണ്. അവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. മൂക്കിൽ ദശ വളരുന്നവരും മൂക്ക് വിടർന്നു വരുന്നവരും മൂക്ക് അറ്റം വിടർന്നിരിക്കുന്ന അകത്ത് ചുരുങ്ങിയിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്. അതുപോലെ മുടികൾ കൊഴിഞ്ഞു പോകുന്നവർ, പിരികം വരെ കൊഴിഞ്ഞു പോകുന്നവർ, കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നവരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ള വൈരാഗ്യങ്ങൾ, വഴക്കുകൾ ഇപ്പോഴും നീണ്ടു നിൽക്കുന്നവരെ കർത്താവ് സമാധാനത്തേക്ക് വിളിക്കുന്നുണ്ട്. കരളിനും കഴുത്തിന് വേദനയുള്ളവർ, കഴുത്തിന് മുഴയുള്ളവർ, സ്പോണ്ടിലോസിസ് രോഗികളും ക്യാൻസറുകൾ, കഴുത്തിന് ക്യാൻസർ രോഗമുള്ളവർ, അതുപോലെ കഴുത്ത് പൊക്കാൻ പറ്റാത്തവർ, കഴുത്ത് പൊക്കുമ്പോൾ ഞരമ്പ് വരിഞ്ഞു പിടിക്കുന്നവരെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുന്ന സാക്ഷ്യമുണ്ട്. കണ്ണിട കൈ അടിച്ച് കർത്താവ് വിട്ടിരിക്കുന്ന അസ്ഥികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കൈയുടെ അസ്ഥിയാകാം, കാലിൻ്റെ അസ്ഥിയാകാം. കൈയുടെ അസ്ഥിയാണ് ഈശോ കാണിക്കുന്നത്. വിട്ടിരിക്കുന്ന അസ്ഥിയാണ്. അസ്ഥിക്കുഴകളിൽ ദ്രവിപ്പുണ്ട്, അസ്ഥിക്കുഴകളിൽ കറുത്ത പാടുകളുണ്ട്. ഈ അസ്ഥിക്കുഴകൾ ഉണ്ടാകുന്ന വേദനകളെയും സന്ധിപ്പുകളെയും ദ്രവിപ്പുകളെയും യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കൂടിയിട്ട് അസ്ഥികൾ സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. കൈയിടിച്ച് കർത്താവിനെ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടയിൽ നിന്നുകൊണ്ട് സമാപനാശീർവാദത്തിനിടെ ഒരുങ്ങുക. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഈശോയുടെ രഹസ്യമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സ്വകാര്യ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അച്ഛനത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യമായി പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധ അമ്മ ഈ നിമിഷം നിൻ്റെ വിഷയത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും നിനക്ക് സാക്ഷ്യം പറയാൻ അവസരം നൽകുകയും ചെയ്യും. ശരീരം പൊട്ടുന്നവരെ, ശരീരത്തിൽ വെള്ളപ്പാണ്ടുള്ളവരെ, ശരീരത്തിൽ എരിച്ചിലും പൊരിച്ചിലും ഉള്ളവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാല് തളർന്നു കിടക്കുന്നവർ, അരക്കെട്ട് തളർന്നു പോയവർ, കൈ തളർന്നു പോയവർ, ജോലി എടുക്കാൻ പറ്റാത്തവരെ കർത്താവിനെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. സാമ്പത്തിക ബാധ്യതയുള്ളവര്, പണം കൊടുക്കാനുള്ളവര്, പണം കിട്ടാനുള്ളവര്, സ്ഥലം വിൽക്കാനുള്ളവർ, വാടകയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, വസ്തു വിറ്റ് മറ്റു സ്ഥലങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിദൂര സംസ്ഥാനം കിടക്കുന്ന വസ്തു വിൽക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടേണേ
ആരാധന, ആരാധന. ഹല്ലേലൂയ. ഇരിക്കുക, ശാന്തമായിരിക്കുക. സമാപന ആശീർവാദമാണ്. സമാപന ആശീർവാദം മുട്ടെന്നിക്കുക. ഒരിക്കൽ കൂടി ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ താരയിൽ സമർപ്പിച്ച് ഈ ആരാധനയുടെ യോഗ്യതയാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.